അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ റബ്ബിശ് റഹ്ലി സ്വദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംഘട്ടനങ്ങളുടെ ആരംഭം എന്നുള്ള 11-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലാണ് നമ്മൾ. കഴിഞ്ഞ മൊഡ്യൂളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളുടെ കച്ചവട സംഘങ്ങൾ കടന്നുപോകുന്ന പ്രദേശങ്ങളിലേക്ക് ചില സംഘങ്ങളെ അയച്ചതിനെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. ഹിജ്റ 2-ാമത്തെ വർഷം റജബിന്റെ അവസാനം അബ്ദുല്ലാഹ് ബിൻ ജഹിഷ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുഹാജിറുകൾ അടങ്ങുന്ന ഒരെട്ടംഗ സംഘത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കുകയുണ്ടായി. അവരുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്തിട്ട് നിങ്ങൾ 2 ദിവസം യാത്ര ചെയ്യുക, അതിനുശേഷം മാത്രമേ ഈ കത്ത് തുറക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് യാത്ര അയക്കുകയാണ്. അതോടൊപ്പം അബ്ദുല്ലാഹ് ബിൻ ജഹിഷ് റളിയല്ലാഹു അൻഹുവിന് മറ്റൊരു നിർദ്ദേശം കൂടി നൽകിയിരുന്നു: കൂട്ടുകാരെ ആരെയും നിർബന്ധിക്കരുത്. അങ്ങനെ അവർ യാത്ര തിരിച്ചു. 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം കത്ത് തുറന്നു നോക്കിയപ്പോൾ മക്കയ്ക്കും ത്വായിഫിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന നഖല എന്ന് പറയുന്ന സ്ഥലം വരെ പോവുക, അവിടെ നിന്നുകൊണ്ട് ഖുറൈശികളുടെ നീക്കങ്ങൾ മനസ്സിലാക്കി വിവരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ചു കൊടുക്കണം. ഇതായിരുന്നു കത്തിലെ ഉള്ളടക്കം. സംഘത്തിലുണ്ടായിരുന്ന 2 പേർ സഅദ് ബിൻ അബി വഖാസ്, ഉത്ബ ബിൻ ഗസ്വാൻ റളിയല്ലാഹു അൻഹുമ. അവർ 2 പേരും നഷ്ടപ്പെട്ടുപോയ ഒട്ടകത്തെ തേടി പോവുകയാണ്. ആ ഒട്ടകത്തെ ഖുറൈശികൾ ബന്ധനത്തിലാക്കിയിരുന്നു. അന്വേഷിച്ചു പോയ അവരെ 2 പേരെയും ഖുറൈശികൾ ബന്ധനത്തിലാക്കുകയാണ്. സംഘത്തിലുള്ള ബാക്കി 6 പേർ ഈ സമയം നഖിലയിൽ എത്തിയിരിക്കുകയാണ്. അവർ അവിടെ തമ്പടിച്ച് താമസിക്കുകയാണ്. ഈ സമയത്താണ് അംർ ബിൻ ഹദ്റമി എന്ന് പറയുന്ന ഖുറൈശിയുടെ നേതൃത്വത്തിൽ ഒരു വ്യാപാര സംഘം അതുവഴി കടന്നുവരുന്നത്. ഇതറിഞ്ഞപ്പോൾ 6 പേരും കൂടിയാലോചിക്കുകയാണ്. റജബിന്റെ അവസാനത്തെ ദിവസമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ കാലം തൊട്ട് തന്നെ 4 മാസങ്ങളെ പരിശുദ്ധ മാസങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഹജ്ജിനു വേണ്ടി ഒരുക്കങ്ങൾ നടക്കുന്ന ദുൽഖഅദ, ഹജ്ജ് നടക്കുന്ന ദുൽഹിജ്ജ, തുടർന്ന് വരുന്ന മുഹറം, ഈ 3 മാസങ്ങളും കൂടാതെ റജബ് മാസവുമാണ് പരിശുദ്ധ മാസങ്ങളായി കണക്കാക്കുന്നത്. 6 പേരും കൂടിയാലോചന നടത്തുകയാണ്. ഖുറൈശികൾ ഏൽപ്പിച്ച പീഡനങ്ങളും തടഞ്ഞുവെച്ച സമ്പത്തുകളുമൊക്കെ അവരുടെ ഓർമ്മയിലുണ്ട്. റജബ് കഴിയട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും അവർ മസ്ജിദുൽ ഹറമിന്റെ പരിധിക്കുള്ളിൽ പ്രവേശിക്കും. പിന്നെ അവരെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പരിശുദ്ധ മാസത്തിലാണ് താനും. അവർ കുറച്ചുനേരം സംശയിച്ചു നിന്നു. മുന്നോട്ട് നീങ്ങാൻ ഭയപ്പെട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ പരസ്പരം ധൈര്യം കൊടുത്തുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങി. അതിന്റെ ഇടയിൽ 6 പേരിൽ ഒരാൾ എയ്ത അമ്പേറ്റ് അംർ ബിൻ ഹദ്റമി വധിക്കപ്പെട്ടു. 2 ഖുറൈശികളെ അവർ ബന്ധനസ്ഥരാക്കി. വ്യാപാര സാധനങ്ങളും കച്ചവടച്ചരക്കുമൊക്കെയായിട്ട് അവർ മദീനയിലേക്ക് മടങ്ങി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഇതെല്ലാം കൊണ്ടുവച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു: ഈ വിശുദ്ധ മാസത്തിൽ യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ അനുവാദം തന്നിട്ടില്ലല്ലോ, നിങ്ങൾ പിന്നെ എന്തിനാണ് യുദ്ധം ചെയ്തത്? ഈ വിവരം അറിഞ്ഞതോടുകൂടി മുസ്ലിങ്ങളൊക്കെ അവരെ കഠിനമായി ആക്ഷേപിക്കാൻ തുടങ്ങി. ഖുറൈശികളാകട്ടെ ഈ അവസരം നല്ലതുപോലെ ഉപയോഗപ്പെടുത്തി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും ഇതാ പവിത്രമാസത്തെ അശുദ്ധമാക്കിയിരിക്കുന്നു. പവിത്രമാസത്തിൽ അവർ രക്തം ചിന്തുകയും സ്വത്ത് പിടിച്ചെടുക്കുകയും ആളുകളെ ബന്ധനസ്ഥരാക്കുകയും ചെയ്തിരിക്കുന്നു. ഖുറൈശികൾ നാടുനീളെ കൊണ്ടുപിടിച്ച പ്രചരണം നടത്തുകയാണ്. ജൂതന്മാരും വെറുതെ ഇരുന്നില്ല. അവരും ഈ അവസരം നല്ലതുപോലെ ഉപയോഗപ്പെടുത്തി. ഈ ഒരു സമയത്താണ് സൂറത്തുൽ ബഖറയുടെ 217-ാമത്തെ ആയത്ത് അവതരിക്കുന്നത്. വിലക്കപ്പെട്ട മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനെപ്പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, ആ മാസത്തിൽ യുദ്ധം ചെയ്യുന്നത് വലിയ അപരാധം തന്നെയാകുന്നു. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുന്നതും അവനിൽ അവിശ്വസിക്കുന്നതും മസ്ജിദുൽ ഹറാമിൽ നിന്നും ജനങ്ങളെ തടയുന്നതും അതിന്റെ അവകാശികളെ അവിടെ നിന്നും പുറത്താക്കുന്നതും അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ ഗൗരവമുള്ളതാകുന്നു. ഫിത്ന കൊലയേക്കാൾ ഗുരുതരമാകുന്നു. അവർക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ദീനിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതുവരെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരായത്തിൽ നിന്നും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധ മാസത്തിൽ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ അതിനേക്കാൾ ഗൗരവതരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ 1 അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുന്നതാണ്. 2 അള്ളാഹുവിനെ ധിക്കരിക്കുന്നതാണ്. 3 മസ്ജിദുൽ ഹറമിൽ നിന്നും ജനങ്ങളെ തടയുന്നതാണ്. 4 അവിടുത്തെ വാസികളെ അവരുടെ സ്വഭവനങ്ങളിൽ നിന്നും പുറത്താക്കുന്നതാണ്. തുടർന്ന് പറഞ്ഞിരിക്കുന്നത് ഫിത്ന കൊലയേക്കാൾ ഗുരുതരമാണ് എന്നാണ്. നാശം, കുഴപ്പം എന്നൊക്കെയാണ് ഫിത്ന എന്ന വാക്കിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ ബലം പ്രയോഗിച്ച് തടയുന്നതിനെയാണ് ഇവിടെ ഫിത്ന എന്നുപയോഗിച്ചിരിക്കുന്നത്. ഈ ആയത്തിന്റെ അവസാനം
അവസാനത്തിൽ പറഞ്ഞിരിക്കുന്നത് അവർക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ദീനിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതുവരെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും എന്നാണ്. ഇപ്പോൾ അവർ അടങ്ങിയിരിക്കുന്നു എന്ന് കരുതി നിങ്ങൾ സമാധാനപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ ദീനിൽ നിന്നും നിങ്ങളെ പുറത്താക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളെ പിന്തിരിപ്പിച്ച് അവരുടെ മതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് നടപ്പിലാകുന്നതുവരെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്ന ഒരായത്താണ് സൂറത്തുൽ ബഖറയുടെ 217 ആയത്ത്. ഈ ആയത്ത് അവതരിച്ചതോടെ അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനും സംഘത്തിനും സമാധാനമാവുകയാണ്. തുടർന്ന് ഖുറൈശികൾ ബന്ദികളാക്കി വെച്ചിരിക്കുന്ന സഅദ് ബിൻ അബി വഖാസ്, ഉത്ബ ബിൻ ഗസ്വാൻ റളിയല്ലാഹു അൻഹുമ തുടങ്ങിയവരെ മടക്കിത്തരികയാണെങ്കിൽ ബന്ദികളായി പിടിച്ചുകൊണ്ടുവന്നിരിക്കുന്ന ഖുറൈശികളെ മടക്കിക്കൊടുക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളെ അറിയിക്കുകയാണ്. അതിനെ തുടർന്ന് ബന്ദി കൈമാറ്റം നടക്കുകയാണ്. എന്നാൽ മുസ്ലിങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന ഹക്കം ബിൻ കൈസാൻ എന്ന് പറയുന്ന വ്യക്തി ഇസ്ലാം സ്വീകരിക്കുകയും മദീനയിൽ തന്നെ താമസിക്കുകയും ചെയ്യാൻ തീരുമാനിക്കുകയാണ്. മറ്റേയാൾ മടങ്ങിപ്പോവുകയും പൂർവ്വ മതത്തിൽ തന്നെ ജീവിച്ച് മരിക്കുകയും ചെയ്തു. യുദ്ധം അനുവദനീയമാക്കിയ സൂറത്തുൽ ഹജ്ജിലെ 39-40 ആയത്തുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. മർദ്ദിതരായതിനാലും വീടുകളിൽ നിന്നും പുറത്താക്കപ്പെട്ടതിനാലും ഭൂമിയിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് തടുത്തില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ സ്മരിക്കപ്പെടുന്ന ആരാധനാലയങ്ങൾ തകർക്കപ്പെടുമായിരുന്നു എന്നതുമാണ് യുദ്ധത്തിന് അനുമതി നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാരണങ്ങൾ. ഇവിടെ സൂറത്തുൽ ബഖറയുടെ 217 ആയത്തിൽ പരിശുദ്ധ മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് ഫിത്ന എന്ന് പറഞ്ഞു. ഇവിടെ ഫിത്ന എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുന്നതാണ് എന്നും നമ്മൾ പറഞ്ഞു. അതിനെതിരെ യുദ്ധം ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരിക്കുകയാണ്. ഇനി യുദ്ധം നിർബന്ധമാക്കിയ ഒരായത്തുണ്ട്. സൂറത്തുൽ ബഖറയുടെ തന്നെ 216 ആയത്താണ്. യുദ്ധം ചെയ്യാൻ നിങ്ങൾക്കിതാ നിർബന്ധ കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു. അതാകട്ടെ നിങ്ങൾക്ക് അനിഷ്ടകരമാകുന്നു. എന്നാൽ ഒരു കാര്യം നിങ്ങൾ വെറുക്കുകയും യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ഗുണമായിരിക്കുകയും ചെയ്യാം. നിങ്ങളൊരു കാര്യം ഇഷ്ടപ്പെടുകയും യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് ദോഷകരമായിരിക്കുകയും ചെയ്തെന്നും വരാം. അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. യുദ്ധം എന്ന് പറയുന്നത് ആരും ഇഷ്ടപ്പെടുന്ന ഒന്നല്ല, ആളുകൾ വെറുക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഗുരുതരമായ മുറിവുകൾ സംഭവിക്കാം, ജനങ്ങൾ വധിക്കപ്പെടാം, ധാരാളം നഷ്ടങ്ങൾ സംഭവിക്കാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം നിർബന്ധമാക്കിയത് അതിനേക്കാൾ വലിയ ഗുരുതരമായിട്ടുള്ള ഫിത്നകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ലതുപോലെ അറിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണ്. അല്ലാഹുവാണ് ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവുമായ കാര്യങ്ങൾ അറിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണ്. ഇതുകൂടാതെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ആയത്തുകൾ അവതരിക്കുകയുണ്ടായി. നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവർക്കെതിരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക, എന്നാൽ അതിക്രമം അരുത്, നിശ്ചയമായും അതിക്രമകാരികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല തുടങ്ങിയ ആയത്തുകൾ. യുദ്ധവുമായി ബന്ധപ്പെടുത്തിയുള്ള ആയത്തുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ വിമർശകർ ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇസ്ലാം വാളിലൂടെയാണ് വളർന്നത്, അല്ലെങ്കിൽ യുദ്ധത്തിലൂടെയാണ് വളർന്നത് എന്ന്. യഥാർത്ഥത്തിൽ അതിനുള്ള മറുപടി സൂറത്തുൽ ബഖറയുടെ 256 ആയത്തിലുണ്ട്. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിന്റെ കാര്യത്തിൽ ബലപ്രയോഗമേ ഇല്ല. അങ്ങനെ ബലം പ്രയോഗിച്ച് മുസ്ലിങ്ങളാക്കുമായിരുന്നെങ്കിൽ ഇന്ന് പല രാജ്യങ്ങളിലും മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. നൂറ്റാണ്ടുകളോളം മുസ്ലിങ്ങൾ ഭരിച്ച പല നാടുകളുമുണ്ട്. അവിടെയൊക്കെ എല്ലാ മതവിഭാഗക്കാരും സമാധാനത്തോടുകൂടി ജീവിച്ചിരുന്നു. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിന്റെ വിഷയത്തിൽ ബലപ്രയോഗമില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിന് മറുപടിയായി പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ബദർ യുദ്ധം എന്നുള്ളതാണ് അടുത്ത അധ്യായം ഇൻഷാ അല്ലാഹ്. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.